വെൽക്കം ടു നിമ്മീസ് ഓൾ ഇൻ വൺ ചാനൽ. ഞാനിന്ന് 15 പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 കിലോ ബെൻസി റവ എടുത്തിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് ബീൻസ്, പിന്നെ കുറച്ച് ഇഞ്ചി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, വറ്റൽമുളക്, ആവശ്യത്തിന് കടുക്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഇത് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എത്രയാണോ ബെൻസി റവ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു ഉപ്മാവ് റെസിപ്പിയാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സവാള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീൻസും ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബെൻസി റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിലർ ഈ ഉപ്പുമാവ് റെഡിയാക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിച്ച് വെള്ളത്തിലേക്കാണ് റവ ചേർത്ത് കൊടുക്കാറ്. പക്ഷെ ഞാൻ ഈ രീതിയിലാണ് ചെയ്യാറ്. എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്ലിമ്മിലാക്കി ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയൊരു അടിപൊളി ബെൻസി റവ റെസിപ്പിയാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.